പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മാതാവേ, സൗവർണ്ണ സ്വർഗീയ സൂനമേ, പാവന സ്നേഹത്തിൻ പൂന്തെന്നലേ, പരിശുദ്ധ ദൈവത്തിൻ മാതാവേ, സ്വർലോകരാജ്ഞിയ മാതാവേ, സൗവർണ്ണ സ്വർഗീയ സൂനമേ, പാവന സ്നേഹത്തിൻ പൂന്തെന്നലേ, പരിശുദ്ധ ദൈവത്തിൻ മാതാവേ, ആവേ 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 മരിയ, ആവേ 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 മരിയ. ആശ്വാസമേ, കദരത്തില്ലലേ കാരുണ്യമേ, കണ്ണീർ തുടയ്ക്കും ആശ്വാസമേ, വാത്സല്യത്തിൻ നറുതേൻ പകരും മാതാവേ, ആവേ 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 മരിയ, ആവേ 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 മരിയ. സ്വർലോകരാജ്ഞിയ മാതാവേ, സൗവർണ്ണ സ്വർഗീയ സൂനമേ, പാവന സ്നേഹത്തിൻ പൂന്തെന്നലേ, പരിശുദ്ധ ദൈവത്തിൻ മാതാവേ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. ഇരിക്കുക എല്ലാവരും. ഓൺലൈനിൽ എൻ്റെ ധ്യാനം മരിയൻ ധ്യാനം കൂടുന്നവരെ, തീർത്ഥാടകരായി ഇവിടെ കൃപാസനത്തിൽ എത്തിയിട്ടുള്ളവരെ, നമ്മൾ അനുഗ്രഹത്തിൻ്റെ ഒരു പുതിയ കാലം നമ്മുടെ ജീവിതത്തിൽ ആരംഭിക്കുകയാണ്. ഇതെല്ലാവർക്കും അനുഗ്രഹമായി അനുഭവേദ്യമാകട്ടെ എന്ന് പരിശുദ്ധ അമ്മയുടെയും മാധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മാതാവിൻ്റെ വണക്കമാസം ശരിക്കും നമ്മുടെ വണക്കമാസമുണ്ട്, അതുപോലെ തന്നെ മാതാവിൻ്റെ വെന്തിങ്ങുണ്ട്, അതുപോലെ തന്നെ മാതാവിൻ്റെ നിത്യസമാധാന നൊവേനയുണ്ട്. ഇങ്ങനെ ഒരു മരിയൻ ഡിവോഷൻസ് കുറേ സഭയിലുണ്ട്. ഇതെല്ലാം തുടങ്ങിയത് 1887
ലിയനാർഡോ മർസിലിനസ് തിരുമേനി വരാപ്പുഴ വികാരിയാത്തിലെ ആർച്ച് ബിഷപ്പായിരിക്കുന്ന കാലത്താണ് ഈ ശുശ്രൂഷ സഭയിൽ പ്രചരിച്ചത്. നിങ്ങൾക്കറിയാം, പൂക്കൾക്ക് നമുക്ക് ഇപ്പോൾ ഒത്തിരിയേറെ പൂക്കൾ നമുക്ക് നഴ്സറിയിൽ നിന്ന് കിട്ടും. പക്ഷെ നമ്മൾ നഴ്സറി ചെല്ലുമ്പോൾ ഒരു പൂക്കളുടെ കൂടെയും ചിത്രശലഭങ്ങളെ കാണത്തില്ല. അതെന്താ കാര്യം? അതെല്ലാം ഹൈബ്രിഡുകളാണ്. ഹൈബ്രിഡുകൾ വന്നപ്പോൾ നിറങ്ങൾ കൂടിയെന്നേ ഉള്ളൂ. ചിലപ്പോൾ നിറം കൂടിയില്ല, പക്ഷെ മണം പോയി. മണം പോയാൽ നിങ്ങൾക്കറിയാവില്ല, ഗുണവും പോകും. ഗുണത്തിൻ്റെതാണ് മണം. തേനുള്ളിലുള്ളത് കൊണ്ടാണ് സുഗന്ധം വരുന്നത് പുഷ്പത്തിന്. ഞാനീ ദിവസങ്ങളിൽ ഒരു ചരിത്രകാരൻ്റെ ബുക്ക് വായിച്ചു. അപ്പോൾ പേരൊന്നും ഞാൻ പറയണില്ല. അദ്ദേഹം പറയണത് ഈ വണക്കമാസം, അതുപോലെ തന്നെ വെന്തിഞ്ഞ ഭക്തി, ഇതൊക്കെ കേരളത്തിന് ആവശ്യമില്ലാത്തൊരു പ്രാർത്ഥനാരൂപം എന്നാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മനസ്സിൽ വന്നത് ഇതാണ്. അതായത് ചില പൂക്കൾക്ക് ഇപ്പോഴും പൂക്കളൊക്കെ വിരിയുന്നുണ്ട്. പല ചെടികളും നമ്മൾ വലിയ വിലക്ക് വീട്ടിൽ വാങ്ങിച്ചുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്. പക്ഷെ മണമില്ല, ചിത്രശലഭങ്ങൾ വരുന്നില്ല. ഈ ഭക്തകൃത്യങ്ങളൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ശരിക്കും നമുക്ക് ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ എക്സ്പ്രഷൻസൊക്കെയാണിത്. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. എന്തിനാണ് ഭക്തകൃത്യങ്ങളെന്ന് പറയണത്? ഭക്തി എന്ന് പറയണത് രക്തം എന്ന് ഭഗവാനോടുള്ള തിക്തമായ ഒരു ചേരലിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. രജോ ഗുണങ്ങൾ, ഒരു മനുഷ്യൻ്റെ ക്ഷത്രിയ ഗുണം, ചോരഗുണമെന്ന് പറയത്തില്ലേ, ആ ചോരയോട് ചേർന്ന് വരുന്ന ഗുണമാണ് രക്തം. രജോ സ്വഭാവങ്ങളോട് ചേർന്ന് വരുന്നതിനാണ് നമ്മൾ ചോര ഗുണമെന്ന് പറയുന്നത്. അതിന് നമ്മൾ രക്തം എന്നാണ് പറയണത്. ഇതുപോലെ ഒരു പ്രത്യയമാണ് നമ്മൾ ഭക്തിക്ക് ഉപയോഗിക്കുന്നത്. ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാനോടുള്ള തിക്തമായ ചേർച്ചയാണ്. അങ്ങനെ ഭഗവാനോട് ചേരുമ്പോൾ എക്സ്പ്രഷൻസ് ഉണ്ടാകും. എക്സ്പ്രഷൻസ് ഫ്രാൻസിസ് അസിസിയുടെ ജീവിതത്തിൽ നമ്മൾ കഴിഞ്ഞ മാസം മുഴുവൻ കുരിശിൻ്റെ വഴി നടത്തിയതാണ്. ഏതാ കാര്യം? കുരിശിൻ്റെ വഴി ഒരു എക്സ്പ്രഷൻസാണ്. ഭക്തകൃത്യമാണത്, എക്സ്പ്രഷൻസാണ്. എന്തിൻ്റെ? ഈശോയോടുള്ള അദമ്യമായ ഒരു സ്നേഹം ഫ്രാൻസിസ് അസിസിക്ക് തോന്നിയപ്പോൾ അസിസിക്ക് തോന്നി കർത്താവിൻ്റെ പങ്കപ്പാടുകളെക്കുറിച്ച് ധ്യാനിക്കാമെന്ന് തോന്നി. അങ്ങനെയാണ് കുരിശിൻ്റെ വഴി രൂപപ്പെട്ട് വരണത്. വ്യക്തിപരമായ ആദ്യത്തെ 2 സ്ഥലങ്ങൾ പ്രത്യേകിച്ച്, വേറെ വേർഷൻസൊക്കെ ഞാൻ കേട്ടായിരുന്നു. പക്ഷേ സത്യസന്ധമായിട്ട് ഇത് കുരിശുയുദ്ധകാലത്ത് രൂപപ്പെട്ട് വന്നതാണ്. കുരിശുയുദ്ധകാലത്ത് നമുക്ക് ജെറുസലേമിൽ തീർത്ഥാടനം നിരോധിച്ചപ്പോൾ ഇതുപോലെ ഒത്തിരിയേറെ ഭക്തന്മാർ അവർ ജെറുസലേമിന് പോകുന്നതിന് പകരം വീട്ടിലിരുന്നു കൊണ്ട് ആ സ്ഥലങ്ങളെ ധ്യാനിച്ചപ്പോഴാണ് കുരിശിൻ്റെ വഴി എന്നുള്ള ഭക്തകൃത്യം ഉണ്ടായത്. ഭഗവാനോട് ഒട്ടുമ്പോൾ ഇതുപോലെ ഇപ്പോൾ നമുക്ക് ഉടമ്പടി ഉണ്ടായില്ലേ, വെറുതെ ഉണ്ടായതാണ് ഉടമ്പടി. ഉടമ്പടിയിൽ എന്ത് സംഭവിച്ചിരിക്കുന്നത്? ഭക്തകൃത്യവും പരസ്നേഹ പ്രവൃത്തികളുമാണ്. കത്തോലിക്ക ആധ്യാത്മികതയുടെ സാരസംഗ്രഹങ്ങളാണ് ഉള്ളത്. അതുപോലെ തന്നെ വണക്കമാസത്തിൽ ഒത്തിരിയേറെ സുഹൃത ജപങ്ങളുണ്ട്. സുഹൃത ജപം എന്ന് പറയുന്നത് നമ്മൾ എൻ്റെ ഈശോയെ, എൻ്റെ ആശ്രയമേ, അത്രേ ഉള്ളൂ. വാരിക്കെട്ടി പ്രാർത്ഥന ഒന്നുമില്ല. ബെർണാഡ് പുണ്യാളൻ്റെ സുഹൃത ജപമാണ്. എല്ലാ വണക്കമാസത്തിൻ്റെ ഓരോ സമയത്തും ഓരോ ദിവസവും ഓരോ സുഹൃത ജപം ഉണ്ടാവും. ഈ സുഹൃത ജപങ്ങൾ സഭയുടെ എക്സ്പ്രഷൻസാണ്. ഈശോ മിശിഹായെ, പരിശുദ്ധ ദേവമാതാവേ, സ്ലിവാമ്മയുടെ തർക്കപ്പെട്ട കർത്താവ് തിരുമുറിവുകളെ എൻ്റെ ഹൃദയത്തെ പതിച്ചർപ്പിക്കണമേ. അതിന്മേ ആവർത്തിച്ച് പറയും. സുഹൃത ജപം എന്ന് പറയും. എന്നുവെച്ചാൽ ജപിച്ചു കഴിഞ്ഞാൽ സുഹൃതം കിട്ടുന്നതിനാണ് സുഹൃത ജപം എന്ന് പറയുന്നത്. ജപിച്ചു കഴിയുമ്പോൾ സുഹൃതം കിട്ടും. ഇതുപോലെ ഇത് ഭയങ്കര സമ്പുഷ്ടമാണ്. വണക്കമാസത്തിൽ എല്ലാ ദിവസവും സുഹൃത ജപമുണ്ട്. സുഹൃത ജപം മാത്രമല്ല, സൽക്രിയയുണ്ട്. സൽക്രിയ നമ്മുടെ ഉടമ്പടി അതിൻ്റെ ബൃഹത്തായൊരു വേർഷനാണ്. പക്ഷേ ഓരോ ദിവസവും വണക്കമാസത്തിലെ മാതാവിൻ്റെ സ്തുതിക്കായിട്ട് ഒരു സൽക്രമം നമ്മൾ അനുഷ്ഠിക്കും. അങ്ങനെയാണ് ശനിയാഴ്ച ഭക്തി വന്നത്.
അവന് ധർമ്മക്കാരെ ശനിയാഴ്ച മാതാവിൻ്റെ പേരിൽ സ്വീകരിക്കാൻ തുടങ്ങിയത് ഒക്കെ എല്ലാം ശനിയാഴ്ച പത്തി ആശയം തന്നെ. അപ്പം അങ്ങനെ ഞാൻ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണക്കമാസം നമ്മളാരും തുടങ്ങിയതല്ല. ഇപ്പം കേരളത്തിന് പറ്റാത്ത ഭക്തി എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു വിടുവാത്തരമാണ്. ചിലർക്ക് ഇങ്ങനെ അറിവ് കൂടുമ്പോൾ വിടുവാത്തരം കൂടിക്കൊണ്ടിരിക്കും. കേരളത്തിലല്ല ഈ ഭക്തി ആര് തുടങ്ങിയതാ? തുടങ്ങിയത് മാലാഖയാണ് തുടങ്ങിയത് വണക്കമാസം, അല്ലേ? മാലാഖയാണ് ഈ വണക്കമാസം തുടങ്ങിയത്. മാലാഖ വന്ന് മാതാവിനോട് പറഞ്ഞ് എന്താ പറഞ്ഞത്? കൃപ നിറഞ്ഞവളെ സ്വസ്തി, അതാ വണക്കം. കൃപ നിറഞ്ഞവളെ വണക്കം എന്നാ പറഞ്ഞത്. സ്വസ്തി എന്നൊക്കെ ഇപ്പോഴല്ലേ നമ്മൾ പറയാൻ തുടങ്ങിയത്. നമ്മൾ ഉപയോഗിച്ചിരുന്ന വാക്ക് വണക്കം എന്നുള്ളതാണ്. കൃപ നിറഞ്ഞവളെ അതായത് മനഗുണമാതാവേ വണക്കം, അതാണ് സംഭവം. എന്നുവെച്ചാൽ നമ്മൾ തമിഴാണ് പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഒരു 75 കൊല്ലം മുമ്പ് വരെ. അപ്പോൾ സ്തുതിക്ക് നമ്മൾ സ്വസ്ത്രത്തിൽ നമ്മളിപ്പോൾ യേശുവെ സ്വസ്ത്രം, യേശുവെ നന്ദി എന്ന ലെവൽ. അപ്പോൾ അതിന് പകരം പണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന വാക്കാണ് വണക്കം. ഈ വണക്കം തുടങ്ങിയത് ആരാണ്? മാലാഖയാണ് തുടങ്ങിയത്, അല്ലേ? മാലാഖ വന്ന് മറിയത്തിൻ്റെ മുമ്പിൽ നിന്ന് പറഞ്ഞ് കൃപ നിറഞ്ഞവളെ വണക്കം. അപ്പോൾ അതിന് നമ്മൾ ആ നമുക്കറിയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഏറ്റവും വലിയ സംഭവം, നമ്മൾ ഈ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന മറിയത്തിന് ഭയങ്കര പ്രാധാന്യമാണ് കൃപാസനത്തിൽ. അനുഭവത്തിൽ നിന്ന് അങ്ങനെ വന്നതാണ്. അമ്മയെ ഇങ്ങനെ നിൽക്കണ കാണുമ്പോൾ നമുക്ക് വണങ്ങാൻ തോന്നിപ്പോവും. ഈ ചോരയെ ചവിട്ടി നിൽക്കണ കണ്ടു കഴിഞ്ഞാലേ കർത്താവിൻ്റെ ആ രക്തശരീരത്തിൻ്റെ താഴെ ഇങ്ങനെ ആ ചോരയെ ചവിട്ടി അമ്മ 3 മണിക്കൂറെങ്കിലും നിന്ന് കാണും. അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായ ആവേശം തോന്നിയിട്ടുണ്ട്. കർത്താവിൻ്റെ ചോരയെ ചവിട്ടി പതറാതെ ദൈവം ഏൽപ്പിച്ച ജോലി ഭയങ്കര നൊമ്പരപ്പെടുത്തുന്ന ജീവിത സാഹചര്യങ്ങളെ പോകുമ്പോഴും ഒരു പരാതിയുമില്ലാതെ ദൈവത്തിൻ്റെ തിരുമനസ്സ് നിറവേറ്റിക്കൊണ്ട് അമ്മ നിൽക്കണില്ലേ, അത് വലിയ കാര്യമായിട്ട് എൻ്റെ മനസ്സിൽ തോന്നുമായിരുന്നു. പക്ഷെ കഴിഞ്ഞ ആഴ്ചയിൽ പരിശുദ്ധാത്മാവ് ഞാൻ കുർബാന സ്വീകരിക്കുമ്പോഴൊക്കെ ഇടയ്ക്ക് ഞാനപ്പോൾ ദൈവം എന്നോട് സംസാരിക്കും. അത് ഞാനങ്ങനെ സംസാരിക്കുമെന്ന് പറയുകയല്ല, വല്ലപ്പോഴൊക്കെ അങ്ങനെ സംസാരിക്കണത്. പക്ഷേ ഞാനിത് പറഞ്ഞ് സംസാരിപ്പിച്ചതാണ്. ഞാൻ പലപ്പോഴും പറയും, കർത്താവേ എനിക്ക് കുർബാന സ്വീകരിക്കുമ്പോൾ മുമ്പത്തോളം ഭക്തി തോന്നണില്ല. അല്ലാത്ത സമയത്തൊക്കെ ഭയങ്കര ഭക്തിയായിരിക്കും. കുർബാന സ്വീകരിക്കുമ്പോൾ ഞാൻ കുർബാനയുടെ കാര്യങ്ങളിലൊക്കെ അത് വൃത്തിയും മെനയുമായിട്ട് പൂർത്തിയാക്കേണ്ട സാങ്കേതിക കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന കാരണം എനിക്ക് ഭക്തി കിട്ടത്തില്ല. അത് കാരണം ഞാൻ എപ്പോഴും കുർബാന കൂടുന്നതാണ് എനിക്കിഷ്ടം. ഞാൻ എപ്പോഴും കുർബാന കൂടുന്നതാണ് ഇഷ്ടം. കുർബാന ചെല്ലുമ്പോൾ പോലെ തന്നെ എനിക്ക് കൂടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുടുംബമുള്ള കുർബാന എന്ന് പറഞ്ഞാൽ നമുക്ക് ഈശോനോട് സംവേദിക്കാനും. അപ്പോൾ ഞാൻ പറയും, ഈശോയെ കുർബാന സ്വീകരിക്കുമ്പോൾ നീ എന്നോട് സംസാരിക്കണം. അപ്പോഴങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ സംസാരിച്ചതാണ് മനുഷ്യാവതാരമാണ് ഈ കുരിശിനെ ചുവട്ട് നിൽക്കണേക്കാൾ പ്രാധാന്യമെന്ന്. ഞാൻ പിന്നെ അന്ന് മുഴുവനും ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക്. മനുഷ്യാവതാരമാണ് ഈ കുരിശിൻ്റെ ചുവട്ട് നിൽക്കുന്നതിനേക്കാളും പ്രധാനമെന്ന്. അപ്പോഴേക്കും മനസ്സിൽ നോക്കിയപ്പോൾ ശരിയാണ്. കാര്യം എന്താ, ഇപ്പം നിങ്ങളാണെങ്കിൽ അമ്മമാർ മക്കൾക്ക് പനി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ വിരുന്നിന് പോവുക, എന്നാൽ പിന്നെ ഊട്ടി പോയിട്ട് വരാമെന്ന് പറയുക നിങ്ങൾ. ഇല്ല, മക്കൾ ആദ്യത്തിൽ കിടക്കുമ്പോൾ എല്ലാവരും ഊട്ടി പോവുക. അതുപോലെ തന്നെയാണ് ഒരു മകൻ കുശത്തു കിടക്കുമ്പോൾ അമ്മ ഇവിടെ പോകാനാണ്, അമ്മ അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതിന് അത്ര കണ്ട് നമ്മൾ പറയണ അത്രയും പ്രശ്നമില്ല. അതിൻ്റെ വില ഉള്ളതെന്ന് പറയുന്നത് അതിനേക്കാൾ വിലയുള്ളത്, അതിന് വിലയുണ്ട്. അതിനേക്കാൾ വിലയുള്ളത് എന്താണ്? ഈ മാലാഖ വന്ന് വണങ്ങാൻ വേണ്ടി മാത്രം മാതാവ് ആരാണ്? അതാണ് പ്രശ്നം. മാലാഖ വന്ന് വണങ്ങണമെങ്കിൽ ആര് പറയണം? പിതാവായ ദൈവം പറയണ്ടേ? അതാണ് പ്രശ്നം. അപ്പോൾ ഈ വണക്കം തുടങ്ങുന്നത് ആരാണ്? പിതാവായ ദൈവമാണ്. അല്ല മാലാഖ വന്നിട്ട് ഏകപക്ഷീയമായെടുത്ത തീരുമാനം അല്ലത്. മാലാഖ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവർ മെസ്സഞ്ചർ ദൂതൻ മാത്രമല്ലേ, ദൈവത്തിൻ്റെ ദൂതൻ എന്നല്ലേ പറയണത്. അപ്പം ദൈവം പറഞ്ഞു വിട്ട കാര്യമാണ്. മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് ഗബ്രിയേലിനോട് പറഞ്ഞു, നീ കഴിഞ്ഞ 6 മാസം മുമ്പ് ഒരു കക്ഷിയെടുത്ത് പോയായിരുന്ന അവസരം പടവെച്ചാണ് പിരിഞ്ഞത്, നിങ്ങൾ തമ്മിൽ അടിയുണ്ടാക്കി. ആ സക്കറിയാരുടെ അടുത്ത് പോയില്ലേ, ഈ മാലാഖ തന്നെ പോയത്. അപ്പം അങ്ങനെ തോന്നിവാസം പറഞ്ഞ് അയാളെ പറഞ്ഞ എന്താണ്, ഞാൻ പ്രായമായ ആളാണ്, എൻ്റെ ഭാര്യയും പ്രായം കഴിഞ്ഞതാണ്, പിന്നെ എന്നാ പോയിലാണ് ഈ പറയണത്, ഞങ്ങൾക്ക് എങ്ങനെ മക്കളുണ്ടാകാനാണ്. അപ്പം മാലാഖ ഉടനെ പറഞ്ഞ്,
നീ ആരുടെ മുഖത്ത് നോക്കിയാൽ സംസാരിക്കണമെന്ന് അറിയാവോ? എന്ത് വെളിവാണ് നിനക്കുള്ളത്? ഞാൻ ആരാണെന്ന് നിനക്കറിയാവോ? അതാണ് ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ ആരാണ്, എവിടെയാണ്, ആരോടാ സംസാരിക്കണം എന്നുള്ളത്. ഇപ്പം ഗബ്രിയേൽ പറഞ്ഞ നീ ആദ്യം പറയണത് ആരോടാണെന്ന് നീ ചിന്തിക്കുക. ഞാൻ ആരാണെന്ന് നിനക്കറിയാവോ? ഞാൻ ദൈവതിരുസന്നിധി നിൽക്കുന്ന ഗബ്രിയേലാണ്. അതാണ് വിഷയം. ഇനി ഇതുകൊണ്ട് ഈ സംഭവം സമര്യാദത്തില്ല. അയ്യോ സോറി എന്നൊക്കെ ചിലപ്പോൾ മനുഷ്യൻ പറഞ്ഞു കാണും, പക്ഷേ ഏക്കത്തില്ല. അയാൾ പറഞ്ഞു, നീ എന്നെ അവിശ്വസിച്ചു. എന്നെ അവിശ്വസിച്ചത് എന്നെ അയച്ചവനെ അവിശ്വസിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് നീ ഇനി പ്രാർത്ഥിക്കണ്ടെന്ന് പറഞ്ഞ്. പുരോഹിതൻ പ്രാർത്ഥിച്ചില്ലെങ്കിൽ അയാളുടെ പൗരോഹിത്യം പിടിച്ചതാണേ. ഇപ്പം ഞങ്ങളൊക്കെ ചില സമയത്ത് എന്തെങ്കിലും സഭയുടെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ബിഷപ്പ് സസ്പെൻഡ് ചെയ്യും, പിന്നെ കുർബാനയെല്ലാം പറ്റത്തില്ല. അതുപോലെ സക്രിയ ഒരു പുരോഹിതനാണ്. അയാളോട് ഇനി സംസാരിക്കേണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അയാളുടെ പട്ടം പിടിച്ചെന്നതിൻ്റെ അർത്ഥം. സംസാരിക്കാതെ എങ്ങനെയാണ് അയാളിനി ബലിയർപ്പിക്കണത്? അയാളുടെ കാര്യത്തിൽ കട്ടപ്പുകയും. അതായത് നീ പ്രാർത്ഥിക്കണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ അയാൾക്ക് പൗരോഹിത്യമില്ല. അപ്പോൾ ചെറിയൊരു ഇഷ്യൂ ആണ് ഉണ്ടായത് ഗബ്രിയേലുമായിട്ട്. ചെറിയൊരു അവിശ്വാസത്തിൻ്റെ കേസാണ്. പക്ഷേ സക്രിയയുടെ പട്ടം പോയി. അപ്പോൾ ഗബ്രിയേലിനെ സംബന്ധിച്ചിടത്തോളം ആ ഗബ്രിയേൽ ദൈവതിരുസന്നിധി നിൽക്കുമ്പോൾ ദൈവത്തെ ഒരാൾ അവിശ്വസിക്കുന്നു, വചനത്തെ അവിശ്വസിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് ഇവരുടെയൊക്കെ പേര് തന്നെ പെശക പേരാണ്. എന്താ പറയണത്? അഗ്നിമയന്മാരെന്നൊക്കെയാണ് പറയണത് അല്ലേ? എന്നാൽ കത്തിക്കൊണ്ട് നിൽക്കും. ദൈവസ്നേഹത്താൽ ഇങ്ങനെ ആളിക്കൊണ്ട് നിൽക്കുന്ന കക്ഷികളിൽ നിന്നിട്ട് അവിശ്വാസമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചോപ്പ് ചെയ്ത് കളയും. അപ്പോൾ അതുകൊണ്ട് ഈ ഗബ്രിയേലിൻ്റെ സ്വഭാവം അറിയാം. അതുകൊണ്ട് പറഞ്ഞു, നീ സക്രിയ അടുത്ത് പോയി പുലിവാലായ കേസാണ്. പക്ഷേ നീ ഇപ്പം പോകാൻ പോണത് സക്രിയ അടുത്തല്ല പോണത്, എൻ്റെ മകളാണ്. അതാണ് വിഷയം. ഈ ലോകത്തിൻ്റെ രക്ഷ അവളുടെ ഫിയാത്തിലാണ് ഇരിക്കണത്. അവളുടെ അതേ എന്ന് പറയുന്ന പറച്ചില്ലേ ഇപ്പം ചെല്ലുമ്പോൾ തന്നെ സ്തുതി പറയണം. അതാണ് വണക്കം എന്ന് പറയണത്. മാതാവിൻ്റെ വണക്കം. ചരിത്രകാരന്മാരുടെ വിവരക്കേട് പറയണ പോലെ അല്ല സംഭവം. അതൊരു ഏറ്റവും സുഗന്ധം വീശുന്ന ഈ ഭക്തകൃത്യം തുടങ്ങിയത് പിതാവായ ദൈവമാണ്. ആ വണക്കമാണ് നമ്മൾ ഈ മെയ് മാസത്തിലെ എല്ലാ പുഷ്പങ്ങളും ഒരുമിച്ച് വിരിയുന്ന സുഗന്ധത്തിൻ്റെ കാലത്തെ ഭക്തിയുടെ സുഗന്ധവും പരസ്നേഹത്തിൻ്റെ സുഗന്ധവും സഭയെ അലങ്കരിക്കുന്ന ഒരു കാലം. ഇനി അനുഗ്രഹത്തിൻ്റെ ഒരു വസന്തകാലം ഈ ശുശ്രൂഷയിലൂടെ ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. ഇത് മുടങ്ങാതെ കൂടാനും എല്ലാ ദിവസവും കൃപാസനത്തിൽ ഇനി ആദ്യമേ മരിയൻ സന്ദേശം ഉണ്ടാവും ഇതുപോലെ. അതിനുശേഷം വചന വായന, മരിയൻ വണക്കമാസം വായന ഉണ്ടാവും. വായനയിൽ മരിയൻ ദൈവശാസ്ത്രവും മരിയൻ ജീവിത രീതികളും 1, 2, 3, 4 എന്ന് പറഞ്ഞ് പോയിൻ്റ് പറയും. അതിനെ അധികരിച്ചായിരിക്കും അച്ഛൻ ആദ്യമേ സന്ദേശം നൽകണത്. പിന്നെ തീനിയായും അതുപോലെ സക്രിയായും അതുപോലെ തന്നെ സുഗന്ധജപവും അങ്ങനെ വളരെ ശക്തമായ ഒരു ദൈവകാലം, അനുഗ്രഹത്തിൻ്റെ കാലം ആരംഭിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കത് പൂർത്തിയാക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ അനുഗ്രഹത്തിൻ്റെ കാലത്ത് കർത്താവ് നിങ്ങളുടെ കുടുംബത്തെയും ദൈവികമായ സുഗന്ധത്താൽ നിങ്ങളുടെ ജീവിതത്തെ ആശീർവദിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അളവില്ലാത്ത സകല നന്മസ്വരൂപനായിരിക്കുന്ന സർവ്വ കർത്താവേ, എളിയവരും നന്ദിയേറ്റ പാപികളുമായ ഞങ്ങൾ നിസ്സീമപ്രതാപനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അന്ധമായ ദൈവമിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ചെയ്യുന്നതിന് കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത്
പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസമെന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പുത്രനായ ദൈവത്തിൻ്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഒന്നാം ദൈവരഹസ്യം, നമ്മുടെ കർത്താവ് യേശുമിശിഹാ തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ ജോർദാൻ നദിയിൽ വെച്ച് യോഹന്നാനിൽ നിന്ന് മാമോദീസ സ്വീകരിച്ചു എന്ന് ധ്യാനിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. അമ്മേ പരിശുദ്ധ അമ്മേ, മെയ് മാസറാണി, ഈ ഒരു മാസക്കാലം മുഴുവൻ നിന്നെ വണങ്ങുവാനും ഞങ്ങളെ പ്രയാസങ്ങളും ഞങ്ങളുടെ സന്തോഷങ്ങളും എല്ലാം നീയുമായിട്ട് പങ്കുവെക്കുവാൻ നീ ഞങ്ങളെ നിന്റെ പ്രത്യക്ഷപ്പെട്ട ഈ തിരുസന്നിധിയിൽ എത്തിച്ചതിനെ ഓർത്തും നിന്നോടൊത്ത് ചേർന്ന് സിസ്റ്റേഴ്സിനോടും ഇവിടെ പ്രാർത്ഥിക്കുവാൻ വന്ന മക്കളോടും ഓൺലൈനിൽ കാണുന്ന എല്ലാ മക്കളോടും ചേർന്ന് പ്രാർത്ഥിക്കുവാൻ അവസരം നൽകുമ്പോൾ, നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് വേണ്ടിയും നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമേ. എമ്മോ ബേബി മാറപ്പള്ളി, ബേബിക്ക് രോഗസൗഖ്യം, നല്ല മാർക്കോടെ കോഴ്സ് പാസ്സാകണം, 2025 ജോലി ലഭിക്കണം, ബിസിനസ്സിലെ തടസ്സങ്ങളും പ്രശ്നങ്ങളും തീരണം. അജിത്ത് കളമശ്ശേരി, അമിതയ്ക്ക് ഈ മാസം തന്നെ ജോലി നൽകി അമ്മ അനുഗ്രഹിക്കുമ്പോൾ അസുവിന് PR ലഭിക്കുവാൻ അമ്മ അനുഗ്രഹിക്കണമേ. തങ്കുവിന് നല്ല കമ്പനിയിൽ സ്ഥിരമായി ജോലി കിട്ടുവാനും അമ്മയോട് അപേക്ഷിക്കുന്നു. ബിബിനാബോൾ മാളപ്പള്ളി, മെയ് 1-നകം മകളുടെ വിവാഹം നടക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മ ഈ മാസമെങ്കിലും അവളുടെ വിവാഹം നടത്തി തരണമേ. മകൾക്ക് മുടി പൊഴിയുന്നത് മാറുവാൻ പ്രാർത്ഥിക്കുന്നു. നെറുകയിൽ മുടി നൽകണമേ. അലീന എഡ്വിൻ പള്ളിപ്പുറം, RRBJE എക്സാം പാസ്സാകുന്നതിന് വേണ്ടി പ്രാർത്ഥന. കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണമേ എന്നുള്ള അപേക്ഷ. എഡ്വിൻ്റെ ജോലിയെ സമർപ്പിച്ചുള്ള പ്രാർത്ഥന. അൽസൻ പീറ്റർ വെളിയിൽ, അമ്മയുടെ കൃപയാൽ എൻ്റെ മോന് BSc നേഴ്സിംഗ് പാസ്സാകുന്നതിന് നല്ല രാജ്യത്ത് ജോലി ലഭിക്കുന്നതിനും അപേക്ഷിക്കുന്നു. കടബാധ്യതകൾ തീർത്തു തരണമേ. വീട് വയ്ക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥന. ജോസ് ആൻ്റണി, ഇഷ ആൻ്റണി ഇടപ്പള്ളി, സാമ്പത്തിക കടബാധ്യതകളാൽ വേദനിക്കുന്നു. ഒരു തലമുറയെ ലഭിക്കുവാൻ പ്രാർത്ഥന. ഭർത്താവിൻ്റെ ജോലിയിൽ ഉയർച്ച നൽകണമേ. ബിൻസി ബാബു പഴയാറ്റിൽ മാള, ആൻസിക്ക് സ്ലൊവേനിയയിൽ പാർട്ട് ടൈം ജോലി, BSc നേഴ്സിംഗ് പാസ്സാകുന്നതിന് കടബാധ്യതകൾ തീരുന്നതിനും. സിനി ജോൺ കൊല്ലം, മകൾക്ക് സുഖപ്രസവം ലഭിച്ച് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നൽകണമേ. ഭർത്താവിൻ്റെ
കുടുംബത്തിൽ സമാധാനം ഉണ്ടാക്കണമേ. പൈശാചിക പ്രവർത്തനങ്ങൾ മാറിപ്പോകണമേ. മക്കൾ പരീക്ഷയിൽ പാസ്സാകണമേ. അമൽ കെസ്റ്റിഫിൻ കടന്നപ്പള്ളി തിരുവനന്തപുരം, അവലിന് ജോലി ലഭിക്കണം. അർപ്പിതയ്ക്ക് നല്ലൊരു ജോലി. അമൽ അർപ്പിത ദമ്പതികൾക്ക് രണ്ടാമതൊരു കുഞ്ഞ്. രാജേഷ് അടൂർ താൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ യാതൊരു തടസ്സവും കൂടാതെ ജോലി തുടരുവാനുള്ള കൃപ, കടബാധ്യതകൾ മാറുവാനുള്ള അനുഗ്രഹം, കുടുംബത്തിൽ ശാന്തിയും സമാധാനവും. ബെറ്റി കുരുവിള മറ്റത്തിൽ കോട്ടയം, അജയ് ശില്പ കുര്യൻ അനുയോജ്യരായ ജീവിത പങ്കാളികളെ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥന. മകൾക്ക് ഷെറിൻ ദൈവാനുഗ്രഹമുള്ള ജോലി. അമ്പിയും ആത്മീയവും ശാരീരികവും മാനസികവുമായ ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥന. ബിജു ജോർജ് അങ്കമാലി തൻ്റെ മദ്യപാനാസക്തിയിൽ നിന്ന് വിടുതൽ. അനുമോൾക്ക് SSLC പരീക്ഷയിൽ ഉന്നത വിജയം. പുതിയ സംരംഭത്തിൻ്റെ വിജയത്തിനായി പ്രാർത്ഥന. ലില്ലി ജോണി കൊടുവന കുടുംബം മുഴുവൻ വചനം വായിക്കുവാനുള്ള കൃപ. മകളുടെ ഉദരത്തിലേക്ക് കുഞ്ഞിന് പൂർണ്ണാരോഗ്യത്തോടെ സുഖപ്രസവത്തിലൂടെ പ്രസവിക്കുവാനുള്ള അനുഗ്രഹം. മകൻ്റെ കോപം നിയന്ത്രിക്കുവാനുള്ള അമ്മയുടെ ഇടപെടൽ. ഷാരോൺ പുളിക്കാട്ടിൽ മകൻ്റെ അസുഖം പൂർണ്ണമായി മാറണം. മകൻ്റെ കാലിലെ മുട്ടിൻ്റെ വേദന മാറ്റിത്തരയണമേ. ജസ്റ്റിൻ ജോസ് പാലച്ചുവട്ടിൽ വീട് വയ്ക്കുവാൻ നല്ലൊരു സ്ഥലം ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. മൂത്തമാൻ്റെ അസുഖത്തിന് സൗഖ്യം നൽകണം. എൻ്റെ അസുഖവും പൂർണ്ണമായി മാറ്റിത്തരണം. ലില്ലി ജോസ് പാലച്ചുവട്ടിൽ സ്ഥലം വിൽപ്പനയ്ക്ക് വേണ്ടി പ്രാർത്ഥന. മക്കൾ മിടുക്കരാകുവാൻ പ്രാർത്ഥന. ശാന്തിയും സമാധാനവും ലഭിക്കുവാൻ. ലില്ലി ജസ്റ്റിൻ പാലച്ചുവട്ടിൽ ജസ്റ്റിൻ്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടണമേ. കുട്ടപ്പായിയുടെ അസുഖങ്ങളെല്ലാം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മമ്മിയുടെ കാഴ്ച പൂർണ്ണരൂപത്തിൽ ലഭിക്കുവാനും. തോമസ് മാത്യു വടക്കേ മുറിയിൽ UK BSc നഴ്സിംഗ് പാസ്സാകണം. അവിടെ തന്നെ ജോലിയും തരപ്പെടണം. ലോൺ അടച്ച ആധാരം തിരിച്ചെടുക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും ലഭിക്കണം. ലിൻ ക്ലാര മാത്യു വടക്കേ മുറിയിൽ മുത്തോലി പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാൽ നിറഞ്ഞ് കുടുംബം സമാധാനത്തിൽ ജീവിക്കണം. മേഴ്സി ആൽബർട്ട് പുത്തൻവീട് കൊല്ലം. നവിൻ വിദേശത്ത് പോകുന്നതിനുള്ള തടസ്സങ്ങൾ മാറ്റി തരയണമേ. കടം മാറുന്നതിനുള്ള കൃപ കിട്ടണമേ. ജോബിന് വിദേശത്ത് ജോലി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥന. ഗ്രേസി അലക്സ് പഴയ പള്ളിപ്പുരയിടം കൊല്ലം. കടബാധ്യതകൾ മാറണം. കുടുംബം വിശുദ്ധിയിലാകണം. നഷ്ടപ്പെട്ട സമ്പാദ്യം തിരികെ ലഭിക്കണം. ലവ്ലി VC പുത്തൻപറമ്പിൽ മകൻ്റെ ഭാവി ജീവിതം ഈശോയുടെ തിരിഹിതം പോലെ നടത്തി തരണമേ. പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണമേ. ജിഷ ജോണി കട്ടിക്കാട് ചങ്ങനാശ്ശേരി പരിശുദ്ധാത്മാവിനാൽ നിറയണം. ആൽവിൻ +1 എക്സാമിന് നന്നായി പാസ്സാകണം. ജോജിയുടെ മദ്യപാനം പൂർണ്ണമായി വിടുതൽ കൊടുക്കണം. ബെറ്റി കുര്യാക്കോസ് പുല്ലിയിൽ കവിയൂർ. അനിറ്റ നീറ്റ് എക്സാം ഉന്നത വിജയത്തിൽ പാസ്സാകുവാനും MBBS പഠിക്കുന്നതിനുള്ള കൃപ ലഭിക്കുന്നതിനും വേണ്ടി അമ്മയോടുള്ള നിരന്തരമായ പ്രാർത്ഥന. അയോണയ്ക്ക് BPS തേർഡ് ഇയർ പരീക്ഷയിൽ ഉന്നത വിജയം. കുര്യാക്കോസിന് ജോലിയിൽ സാലറി കൂട്ടിക്കിട്ടുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥന. മേബിൾ ജോയ് ജോസി സിരവിപുരം. ജോഷിനയ്ക്ക് ഫിസിക്സ് എന്ന വിഷയത്തിൽ നല്ല മാർക്ക്. നീറ്റ് കോച്ചിങ്ങിന് ജോബ് അനുഗ്രഹിക്കപ്പെടുവാൻ ഭർത്താവിനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഡാലിയ ജിജു എറണാകുളം. മാതാവിൻ്റെ സംരക്ഷണം എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകണം. ആൻമരിയ പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുവാൻ ആരാരുമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നു. മാത്യു കെയും പുലിയന്മല. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി കുടുംബം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥന. മക്കൾക്ക് ജോലി, നല്ല ജീവിത പങ്കാളികൾ. കടബാധ്യയിൽ നിന്ന് വിടുതൽ. കൃഷി തടസ്സം മാറണം. ലൈല സാബു പുരയിടത്തിങ്കൽ മുണ്ടക്കയം. അന്നാ സാബുവിന് ഇപ്പോൾ ചെയ്യുന്ന ജോലി സ്ഥിരമായി കിട്ടാൻ, ഒരു വരുമാനം ഉണ്ടാകുവാൻ, മകളുടെ വിവാഹമോചനം മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അവസാനിക്കുവാൻ. ലിൻസി ജോണി പാലക്കാട്. നീമ വിശ്വാസ ജീവിതത്തിലേക്ക് വരുന്നതിനും നീമയുടെ പഠന തടസ്സങ്ങൾ മാറുന്നതിനും നീമ FMGE എക്സാം പാസ്സാകുന്നതിനും. പള്ളൂരത്തിലെ നിഖിൽ ഡോമിനിക്ക് ദൈവവിശ്വാസത്തിൽ വളരണം. തെറ്റായ സ്നേഹബന്ധത്തിൽ നിന്ന് മാറണം.
മദ്യപാനാസക്തിയിൽ നിന്ന് വിടുതലും. നിഴലവില വീട്ടിൽ ആശാരാജൻ സഹോദരൻ്റെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥന. മകൻ്റെ പരീക്ഷ വിജയിക്കുന്നതിന് അമ്മയോട് സഹായം. ഏലി സ്റ്റീഫൻ മലപ്പുറം മോളുടെ അസുഖം മാറണമേ, സ്വന്തമായി കാര്യങ്ങൾ ചെയ്യുവാനുള്ള കൃപ കൊടുക്കണമേ. ഋഷി ഘോഷ് വായ ബിനോയ് കുമാർ ശാരിയ UAE 10th എക്സാം നല്ല മാർക്കോടുകൂടി പാസ്സാകുന്നതിന് വേണ്ടിയും മായയുടെ അസുഖങ്ങൾ പൂർണ്ണമായി സൗഖ്യം ലഭിക്കുവാനും പ്രാർത്ഥനാ ജീവിതം നയിക്കുവാനും. ബിനോയ് കുമാർ എല്ലാ മാസവും മുടങ്ങാതെ 100% ടാർഗറ്റ് അച്ചീവ് ചെയ്യുവാനും ജോലിയിൽ നന്നായിരിക്കുവാനും ആരോഗ്യവും ദീർഘായുസ്സും. ബേബി ബാബു അശ്വതി നിവാസ് ആലുവ മകൻ മനുവിനും അമ്മുവിനും കുഞ്ഞ് ജനിക്കുവാൻ പ്രാർത്ഥന. ബാബുവിൻ്റെ പേരിൽ സഹോദരി മക്കൾ കൊടുത്ത കേസ് രമ്യതയിൽ തീരണം, സ്ഥലം വിൽപ്പന നടക്കുവാനും. ശ്രീകാന്ത് കണ്ണമാലി മകൻ അക്ഷിതിന് +2 നല്ല മാർക്ക് ലഭിക്കണം, എല്ലാ വിഷയത്തിനും നല്ല മാർക്ക് കിട്ടി പാസ്സാകണം. റോയ് റോസ്മരിയ റോഷൻ പാണ്ടിമറ്റം ഇല്ലിത്തോട് സ്ഥലം വിൽപ്പന നടന്നു കിട്ടുവാനും പരീക്ഷയിൽ ജയിക്കുവാനും സ്ഥിരമായി ജോലി ലഭിക്കുവാനും വീട് വാങ്ങുന്നതിനും വേണ്ടി. സാന്ദ്ര മെറ്റൽസ് തിരുവനന്തപുരം അച്ഛൻ്റെ ഷോൾഡർ വേദന മാറ്റി തരണമേ എന്ന് അമ്മയുടെ പ്രാർത്ഥന. നല്ലൊരു ഭവനം അമ്മ ഞങ്ങൾക്ക് ഒരുക്കി തരയണമേ. അമ്മയുടെ ആരോഗ്യത്തിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ആശ ടിറ്റോ മട്ടാഞ്ചേരി സുഖപ്രസവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വ്യവസായം നന്നായി നടക്കണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ലിജിൻ സന്തോഷ് ജോലി തടസ്സം മാറുന്നതിന് വേണ്ടി അമ്മയോടുള്ള പ്രാർത്ഥന. ബെറ്റി കുരുവള മറ്റത്തിൽ കോട്ടയം അജയ് ശില്പയ്ക്ക് നല്ല ജീവിത പങ്കാളികളെ നൽകി അനുഗ്രഹിക്കണമേ. ഷെറിന് നല്ല ജോലി നൽകണമേ. റീതു എൽസ ബാബു ഇറിയക്കാട് റീതുവിൻ്റെ വിവാഹം ഭംഗിയായി നടത്തി തരുവാൻ അമ്മയുടെ സാന്നിധ്യം. തലച്ചോർ സംബന്ധമായ അസുഖം മാറ്റി പൂർണ്ണ സൗഖ്യം. റോബിൻ നോബിൾ തോമസ് വാഴപ്പള്ളി തൃശ്ശൂർ ആത്മാവിനും മനസ്സിനും ശരീരത്തിനും പൂർണ്ണാരോഗ്യം. ഉടമ്പടി പുതുക്കി വിശ്വസ്തയോടെ പാലിക്കുന്നതിനുള്ള കൃപ. ഫോണിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചനം. പ്രിൻസി ജോഷി തൃശ്ശൂർ എനിക്ക് സ്കൂൾ ടീച്ചറായി ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും സ്വന്തമായി ഒരു വീട് വയ്ക്കുന്നതിനും ഭർത്താവിന് നല്ലൊരു ജോലി ലഭിക്കുന്നതിനും വേണ്ടി അമ്മയോട് അപേക്ഷിക്കുന്നു. ശ്രീകല വിൽസൺ പത്തനാപുരം ആയുസ്സും ആരോഗ്യവും ബുദ്ധിയുമുള്ള കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണമേ. കട കെട്ടുവാനുള്ള കൃപ തരണമേ. ആതിരയുടെ സ്വർണം തിരിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രാമകൃഷ്ണൻ കുറവിലങ്ങാട് തൻ്റെ കള്ളുകൂടി നിർത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അജിത്തിൻ്റെ പഠനത്തിന് നല്ല ബുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അജീവിന് സ്ഥിരമായൊരു ജോലി. ശീതമ്മ കോയിപ്പറമ്പിൽ പാതിരപ്പള്ളി താരയും വിജയും എന്നും നന്നായി ജീവിക്കണം. താരയുടെ ജോലി സ്ഥിരമായി കിട്ടണം. പ്രസവം നന്നായി നടക്കണം. അമ്മ ആരോഗ്യമുള്ള കുഞ്ഞിനെ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മീന സ്നേഹധാര ആയിരന്തങ്ങ് അമ്മേ എൻ്റെ കുടുംബത്തെ ദൈവസ്നേഹത്താൽ നിറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഭവനത്തിൻ്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് അതിൽ പ്രവേശിക്കാനുള്ള കൃപ നൽകണമേ. എൻ്റെ ഒരു മകൻ്റെ പ്രമോഷൻ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജിജോ ജോയ് കൊല്ലം അമ്മേ എൻ്റെ കൂടെ ഉണ്ടാകണമേ. നേർവഴിയിൽ നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ. അമ്മേ പരിശുദ്ധ അമ്മേ വരപ്രസാദ മാതാവേ. കോശി കുര്യൻ ഓസ്ട്രേലിയ കുടുംബസമാധാനവും ലഭിക്കുവാനും കേസ് രമ്യതയിൽ തീരുവാനും അമ്മ ഇടയാക്കണമേ. ജൂബി തിയാട്ടുപറമ്പിൽ ചേർത്തല തൻ്റെ PhDയിൽ വിജയം തനിക്കൊരു ജോലി തന്നും അമ്മ സഹായിക്കുമ്പോൾ എനിക്ക് നീ ദാനമായി നൽകിയ കുഞ്ഞിനെ നീ പൂർണ്ണമായും സംരക്ഷിക്കണമേ. മിനി ലെക്ചർ പാലക്കാട്ട് കുടുംബത്തിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ജോലിയിൽ മാതാവിൻ്റെ മധ്യസ്ഥ സമാധാനവും. ഫിലിപ്പ് USA തൻ്റെ വ്യവസായ പുരോഗതി ഭവന നിർമ്മാണം മകൻ ലിബിന് ഉചിതയായ ഒരു ജീവിത പങ്കാളി. ജോയിച്ചായൻ USA മകൾ സീനായുടെ വിവാഹം അമ്മ എത്രയും വേഗം നടത്തി തരയണമേ. ജയ ഇടപ്പള്ളി മകൾ ആൻമരിയായ നാളെ നടക്കുന്ന CA ഫൈനൽ എക്സാമിനേഷന് അമ്മയുടെ സാന്നിധ്യം ഉണ്ടാകണമേ. അമ്പിളി കാനഡ ആ മകളുടെ നിയോഗങ്ങൾ അമ്മ പരിഗണിക്കണമേ. ദീപ്തി ഇരിഞ്ഞാലക്കുട തൻ്റെ മകൻ്റെ 3ാമത്തെ നീറ്റ് എക്സാം അനന്തകൃഷ്ണൻ്റെ 3ാമത്തെ നീറ്റ് എക്സാം അമ്മ കൃപയോടെ സാധിച്ചു തരയണമേ.
പ്രവീണ കോട്ടയം തൻ്റെ ഷുഗർ എന്ന പ്രസരം മാറ്റിത്തരണമേ. മകൻ ആശിഷിന് +2 ഉന്നത വിജയം. റീത്താമ്മ കരിമണ്ണൂർ തൻ്റെ ഡയബറ്റിക് രോഗവും മറ്റിതര രോഗങ്ങൾക്കും സൗഖ്യം. മായാറാണി മകൾ പൂജ അവളുടെ വിവാഹം നടത്തി തരയണമേ. മറിയാമ്മ ചാക്കോ കോട്ടയം മരുമകൻ ഷിബിൻ തോമസിൻ്റെ ബ്രെയിൻ സർജറി കഴിഞ്ഞു, പക്ഷേ ഇപ്പോഴും വേദനിക്കുന്നു. ആ മകന് സൗഖ്യം നൽകണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കുമാമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രണ്ടാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് വെള്ളം വീഞ്ഞാക്കി തൻ്റെ അത്ഭുത പ്രവൃത്തികളുടെ ആരംഭം കുറിക്കുകയും അവിടെ കൂടിയിരുന്നവരെ വിശ്വാസത്തിലേക്ക് നയിക്കുകയും ചെയ്തതിനെപ്പറ്റി ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. നിയ, ഇസ, ഇഷാൻ ഇവരുടെ അസുഖങ്ങൾ മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്റ്റെഫിക്ക് ഗവൺമെൻറ് ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഗീത, പത്തനംതിട്ട അമ്മയുടെ നടുവേദന പൂർണ്ണമായി തരണമെന്നും ഇസ്രായേലിലേക്കുള്ള വിസ എത്രയും പെട്ടെന്ന് നൽകി അനുഗ്രഹിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. അതുപോലെ അനുജത്തിയുടെ ജീവിത പ്രശ്നങ്ങൾ മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റിയ ദേവസ്തി, കാഞ്ഞിരമറ്റം റിയയുടെ വിവാഹം നടക്കുവാൻ, അപകർഷതാബോധം മാറാൻ, ദൈവ അരൂപിയിൽ ആയിരിക്കുവാൻ, ജോർജിന് കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുവാൻ, ദുഃഖം മാറുവാൻ, ദൈവ അരൂപിയിൽ ജീവിക്കുവാൻ പ്രാർത്ഥിക്കുകയും റിച്ചുമോൾ പരീക്ഷ പാസ്സാകുന്നതിനും പ്രാർത്ഥിക്കുന്നു.
ഗ്രേസി പൗലോസ് തീരുമാനിച്ച സേനുവിൻ്റെ വിവാഹം തടസ്സം കൂടാതെ നടക്കുവാനും അരുണിൻ്റെ അമ്മയുടെ ക്യാൻസർ മാറുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്രിസ്റ്റിന് വർക്ക് വിസ ലഭിക്കുവാൻ. ഷിബി മാത്യു എലുപത്തിങ്കൽ ചിയാരം ആൻമേരിയുടെ നീറ്റ് എക്സാം ഉന്നത വിജയത്തിനു വേണ്ടിയും അമ്മയുടെ ശാരീരിക വേദന മാറുന്നതിനും എനിക്ക് പാലക്കൽ സബ്സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡോയൽ പി വിൽസ് റോസ്വില്ല പാർട്ട് ടൈം ജോലി ലഭിക്കുവാനും ഇൻറ്റേൺഷിപ്പ് ജോലിയും സിംഗപ്പൂർ എയർപോർട്ടിൽ ലഭിച്ച വിസ പുതുക്കി ലഭിക്കുവാനും നന്നായി പഠിക്കുവാനും പ്രാർത്ഥിക്കുന്നു. ജിഷ ദീപു നരിമറ്റത്തിൽ എൻ്റെ മസിലിൻ്റെ വേദന മാറുന്നതിനും കുടുംബം വിശുദ്ധിയിൽ വളരുവാനും ബുദ്ധി കുറവുള്ള കുഞ്ഞിനെ സന്തോഷത്തോടെ നോക്കുവാൻ സാധിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. ജിൻഡോ മാത്യു വഴിപ്പറമ്പിൽ ആരോഗ്യമുള്ള കുഞ്ഞിനെ ലഭിക്കുവാനും കുടുംബത്തിൽ ദൈവവിശ്വാസം ഉണ്ടാകുവാനും നല്ല ഒരു ജോലി ലഭിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അശ്വതി മല്യംപറമ്പ് വരുമാനമാർഗം തടസ്സം മാറിക്കിട്ടുവാനും വിവാഹ തടസ്സം മാറിക്കിട്ടുവാനും സ്വന്തമായി വീടും സ്ഥലവും വാങ്ങുവാൻ വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. എം മത്തായി കാലടി മാനസിക രോഗങ്ങൾ മാറുന്നതിനും കുഞ്ഞിൻ്റെ സംസാരശേഷി തിരികെ ലഭിക്കുന്നതിനും വീട് പണി എത്രയും വേഗം പൂർത്തീകരിക്കുന്നതിനുമായി പ്രാർത്ഥിക്കുന്നു. വരുൺ ഡെന്നി ആൻ്റണി വട്ടത്തിൽ പരീക്ഷയിൽ ഉന്നത വിജയം ലഭിക്കുന്നതിനും കുടുംബത്തിൽ മാതാവിൻ്റെ സംരക്ഷണവും ആരോഗ്യവും സമാധാനവും ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു. ജോൺ ആഗസ്റ്റിൻ കാക്കനാട് ജോലി ലഭിക്കുന്നതിനും എക്സാം പാസ്സാകുന്നതിനും നല്ല കോളേജിൽ അഡ്മിഷൻ ലഭിക്കുന്നതിനും സാമ്പത്തിക ഭദ്രതയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. മായ ആഷിന ലക്ഷ്മി തിരുവനന്തപുരം എൻ്റെ ഭർത്താവിന് തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ ലഭിക്കുന്നതിന് വേണ്ടിയും എൻ്റെ മൂത്ത മകൻ സൂര്യന് പോലീസിലെ സൈബർ സെല്ലിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യാനായി സാധിച്ചു കിട്ടുന്നതിനും NDA എക്സാമും SSBയും മെഡിക്കലും പാസ്സായി NDAയിൽ അഡ്മിഷൻ ലഭിക്കുവാനുമായി പ്രാർത്ഥിക്കുന്നു. വിജയമ്മ വിജയഭവൻ കോതനെല്ലൂർ ദൈവം പരിശുദ്ധ അമ്മ വഴി നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറി ദൈവത്തെ സ്നേഹിക്കുന്നതിന് വേണ്ട കൃപ ലഭിക്കുവാനായി പ്രാർത്ഥിക്കുന്നു. ജയശ്രീ മുരളി അഞ്ചലശ്ശേരി തെക്കൻ മാലിപ്പുറം ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുന്നതിനും കണ്ണേട്ടന് നല്ല വരുമാന മാർഗം ഉണ്ടാകുന്നതിനും എനിക്ക് അധ്യാപികയായി സർക്കാർ ജോലി ലഭിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രീത ജോർജ് എറണാകുളം പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി മാറുന്നതിനും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെയും സിസ്റ്റേഴ്സിനെയും അമ്മയുടെ അടുത്ത് ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അരുൺ കിരൺ നല്ല വിശ്വാസത്തിൽ വളരുവാനുമായി പ്രാർത്ഥിക്കുന്നു. നയന തോമസ് ഒച്ചിറ കൊല്ലം എൻ്റെ വിദേശയാത്ര തടസ്സം മാറ്റി തരണമേ എന്നും എൻ്റെ മക്കളുടെ പഠനമേഖല അനുഗ്രഹിക്കണമേ എന്നും എൻ്റെ കുടുംബത്തിൽ ശാന്തിയും സമാധാനവും നൽകണമേ എന്നും പ്രാർത്ഥിക്കുന്നു. മിനി രാജൻ ചാലക്കുടി മേലൂർ ഭർത്താവിൻ്റെ മദ്യപാനം മാറുന്നതിനും കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുവാനും മകൻ വിഷ്ണു മരുമകൾ ധന്യ സംസാരിക്കുവാനും കേൾവിക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുശീല മേലൂർ മകൻ ജയകൃഷ്ണന് ജോലി ലഭിക്കുന്നതിനും പാസ്പോർട്ട് നഷ്ടമായത് കിട്ടുവാനും കടബാധ്യത മാറുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അഞ്ജു ജോമോൻ കഴുത്തുവേദനയും നടുവേദനയും മാറിക്കിട്ടുവാനും കുഞ്ഞിൻ്റെ സംസാരിക്കാനുള്ള തടസ്സം മാറിക്കിട്ടുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനില കുഞ്ചിറക്കാട്ടിൽ ഇരുമ്പനം തടസ്സങ്ങൾ മാറുന്നതിനും മോളുടെ ജോലി വിവാഹം എന്നിവ നടക്കുന്നതിനും മോന് ആരോഗ്യമുള്ള കുഞ്ഞിനെ ലഭിക്കുന്നതിനും ഭർത്താവിന് അസുഖം മാറുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബിന്ദു സാബു തൃശ്ശൂർ 30ാം വിവാഹ വാർഷികം വിശുദ്ധിയിൽ ജീവിക്കുന്നതിന് വേണ്ടിയും അനിറ്റ മോളുടെ രോഗസൗഖ്യത്തിനായും പ്രാർത്ഥിക്കുന്നു. ബിജു KJ കോലഞ്ചേരി വീട് നെല്ലിക്കാട് എൻ്റെ കുടുംബത്തിന് ദൈവാനുഭവം ഉണ്ടാകുന്നതിനും എൻ്റെ കടബാധ്യത മാറ്റിത്തരണമേ എന്നും മകൻ ആൻ്റണി CA കോഴ്സ് നന്നായി പഠിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. കിഷോർ K കോഴിക്കോട് കിഷോറിൻ്റെ അസുഖമെല്ലാം മാറ്റിത്തരണമേ എന്നും ശരീരത്തിലെ മുഴ ഓപ്പറേഷൻ കൂടാതെ മറ്റ് രോഗങ്ങളായി മാറാതെയും കാത്തുകൊള്ളണമേ എന്നും സ്വന്തമായി ഒരു ഭവനം നൽകി അനുഗ്രഹിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. സൂസൻ തോമസ് കോട്ടയം അമ്മേ എനിക്ക് പരിശുദ്ധാത്മാവിനാൽ നിറയുവാനും നല്ല ഒരു ജോലിയും ഉണ്ണിയും അലക്സും മെയ്യിലെ എക്സാം പാസ്സാകുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അലൻ കളമശ്ശേരി അലന് ബ്ലഡ് ടെസ്റ്റിലും യൂറിൻ MRI ടെസ്റ്റിലും പൂർണ്ണ രോഗസൗഖ്യം കൊടുക്കണമേ. ലീനയുടെ കേസ് മാറി വിസ അടിക്കുന്നതിനും റോസ്നിക്ക് പൂർണ്ണ രോഗസൗഖ്യം കൊടുക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു.
സെൽബി ദാസ് കൊല്ലം. ശരീരത്തിലെ വെള്ളപ്പാടും ചൊറിച്ചിലും മാറുന്നതിനും അമൃത ജർമ്മൻ ടെസ്റ്റ് നന്നായി പാസ്സായി വിദേശത്ത് പോകാൻ അനുഗ്രഹിക്കുന്നതിനും അഖില ജോലിക്ക് വേണ്ടി പഠിക്കുന്നത് പാസ്സായി ജോലി ലഭിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. വർണ്ണ പ്രേമൻ കാക്കനാട് കുഞ്ഞുങ്ങളെ ലഭിക്കുവാനും അലർജി രോഗം മാറുവാനും മാതാപിതാക്കൾക്ക് രോഗസൗഖ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജെറിൻ റാണി പാലക്കാട് കുഞ്ഞുങ്ങളെ ലഭിക്കുവാനും അലർജി രോഗങ്ങളിൽ നിന്ന് സൗഖ്യവും രോഗപീഠയിൽ നിന്ന് സംരക്ഷണവും ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിൽസൺ ഇടശ്ശേരി തടത്തിൽ പാല ഭർത്താവിന് മാനസാന്തരം ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡോണ UK നല്ല വിവാഹ ജീവിതം ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജൈനമ്മ ഇടശ്ശേരി തടത്തിൽ ശാരീരിക സൗഖ്യം, രോഗപീഠകളിൽ നിന്ന് മുക്തി, കുടുംബ സമാധാനത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ടീന തോമസ് മാമ്മൂട്ടിൽ ചങ്ങനാശ്ശേരി എൻ്റെ ശാരീരികമായ ബുദ്ധിമുട്ടുകളും ആരോഗ്യ പ്രശ്നങ്ങളും മാറ്റിത്തരുന്നതിനും എൻ്റെ കുടുംബത്തിൽ മാതാവിൻ്റെ മാധ്യസ്ഥം കൂടെയുണ്ടാകുവാനും പ്രാർത്ഥിക്കുന്നു. അനീമോൾ വിൽസൺ മൂലേത്തടത്തിൽ വിൽസൺ മാത്യുവിൻ്റെ സമാധാനത്തിനും രോഗസൗഖ്യത്തിനും കടങ്ങളും ജപ്തിയും തീർന്നു കിട്ടുവാനും മക്കളുടെ വിശ്വാസ വർധനയ്ക്കും ജീവിത വിജയത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജിൽസ് ലൂക്കാച്ചൻ വണ്ടനക്കര ജോലി ലഭിക്കുന്നതിനും ജീവിത പങ്കാളിയെ ലഭിക്കുന്നതിനും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുനിത PK പള്ളിപ്പറമ്പിൽ നെടുങ്കുന്നം നാളെ മെഡിക്കൽ പാസ്സാകുന്നതിനും തടസ്സം കൂടാതെ വിദേശത്തേക്ക് പോകാൻ സാധിക്കുന്നതിനും മക്കൾ ഉപരിപഠനം ഹസ്ബൻഡിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആലീസ് ജോസ് മണിയൻകോട്ട് അമ്മയെ കാണുവാൻ ഭാഗ്യം ലഭിച്ചതിനും രോഗശാന്തിക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ദീന അഭിലാഷ് മക്കുതോലിൽ കുടക്കച്ചിറ എൻ്റെ ക്യാൻസർ രോഗം മാറ്റിത്തരണമേ. കുട്ടികൾക്കും ഭർത്താവിനും ആയുസ്സും ആരോഗ്യവും നൽകണമേ. ഞങ്ങൾക്ക് വഴിയും സ്ഥലവും ഞങ്ങളുടെ പേരിൽ കിട്ടണമേ എന്നും പ്രാർത്ഥിക്കുന്നു. സൂസൻ ചാണ്ടി അനിലയ്ക്കപ്പറമ്പിൽ ഞങ്ങളുടെ കുടുംബത്തെ അമ്മയുടെ കയ്യിൽ തരുന്നു. അനുമോളുടെ തലവേദന മാറ്റിത്തരണമേ എന്നും അനുമോളുടെ ജോലിയിൽ ഉയർച്ച ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മേരി തോമസ് അജി തോമസിൻ്റെ വാൽവ് ചുരുങ്ങി വരുന്നത് മാറ്റിവെക്കുവാനും രണ്ടാമത്തെ ഓപ്പറേഷൻ്റെ സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. റീതാമ്മ വർഗീസ് കരിമണ്ണൂർ മാനസിക രോഗം മാറാൻ അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകാനും ഈശോയുടെ സാക്ഷിയാകുവാനും പ്രാർത്ഥിക്കുന്നു. കാർത്തിക് വഞ്ചിയിൽ ആറാട്ടുപുഴ കാർത്തിക്കിന് HR അഡ്മിനായി UAE ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും പൊന്നു എന്ന മകന് ജീവിത പങ്കാളിയെ ലഭിക്കുന്നതിനും വേണ്ടിയും കമൽ എന്ന മകൻ്റെ ദുസ്വഭാവം മാറുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ടെൽവിൻ ബാബു മറോക്കൈ സിൻഡിക്ക് ദുബായിൽ ശമ്പളമുള്ള ജോലി തന്നതിന് നന്ദിയും കുടുംബത്തിലുള്ള എല്ലാവരെയും രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രക്ഷിക്കണമേ എന്നും മോൻ്റെ ശമ്പളം കൂട്ടിത്തരണമേ എന്നും പ്രാർത്ഥിക്കുന്നു. മേരി ജോസഫ് എൻ്റെ കുടുംബവും തലമുറകളും വിശ്വാസത്തിലായിരിക്കുവാനും ജപമാല റാലിയിൽ പങ്കെടുക്കുവാനും റീജിയുടെ PhDയുടെ പേപ്പർ മുടങ്ങിക്കിടക്കുന്നത് ഈ വണക്കമാസത്തിൽ സാധിച്ചു തരണമേ എന്നും റോബിൻ്റെ ഉൾഭയം മാറ്റി ജോലി ചെയ്യാൻ കൃപയും വീടും കടയും വാടകയ്ക്ക് പോയി വരുമാനം കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സിമി ജോയ് കുന്നത്തുപറമ്പ് തൃശ്ശൂർ ഭർത്താവിന് സ്ഥിരമായി ജോലി ലഭിക്കുന്നതിനും അയർലൻഡിൽ പോകുന്നതിനും വേണ്ടിയും മക്കളുടെ വിദ്യാഭ്യാസം നന്നാകുന്നതിനും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. നിർമ്മൽ ടോമി ആലുവ രോഗസൗഖ്യത്തിനായും വിശ്വാസത്തിലും വിശുദ്ധിയിലും ആഴപ്പെടാനും ജോലിയിൽ സ്ഥിരതയും ഉയർച്ചയും ഉണ്ടാകുവാനും പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുള്ള അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുള്ള അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുള്ള അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുള്ള അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുള്ള അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുള്ള അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുള്ള അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുള്ള അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുള്ള അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുള്ള അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയെ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണം. പരിശുദ്ധ ജപമാല രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മൂന്നാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് വിശുംശ തൻ്റെ പരസ്യ ജീവിതകാലത്ത് പാപങ്ങൾ ക്ഷമിക്കുകയും ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ എന്ന് ആഹ്വാനം ചെയ്തതിനെ പറ്റിയും ധ്യാനിക്കാം. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. അമ്മേ പരിശുദ്ധ അമ്മേ, വരപ്രസാദ മാതാവേ, കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട മകളെ, വണക്കമാകുന്ന ഈ മെയ് മാസത്തിൽ ഞങ്ങൾ എല്ലാവരും നിന്നെ വണങ്ങുവാൻ വന്നിരിക്കുമ്പോൾ നാളിതുവരെ ഇവിടെ നിന്ന് വണക്കം നടത്തിപ്പോയവരെയും ഇനി മുതൽ വണക്കം ഏറ്റെടുത്ത് നടത്തുന്നവരെയും ഇന്നേ ദിവസം വണക്കം നടത്തുന്നവരെയും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലിരുന്ന് വണക്കം കൂടുന്നവരുടെയും എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കുന്നു. ഡേനാപ്പോൾ കറുകുറ്റി, അമ്മേ മാതാവേ, 29-30 നടക്കുന്ന എൻ്റെ എക്സാം വിജയിപ്പിക്കണം. അമ്മേ, എൻ്റെ മോളുടെ ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂ പാസ്സാക്കണം. ജർമ്മനിയിൽ ഒരു നേഴ്സായി ജോലി ചെയ്യുവാൻ സാധിക്കണം. ചേച്ചിയുടെ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ അമ്മ സഹായിക്കണമേ. എലിസബത്ത് അരങ്ങത്ത് മക്കളുടെ വിവാഹ തടസ്സങ്ങൾ മാറ്റി ഉചിതരായ ജീവിത പങ്കാളികളെ നൽകി അവരെ അനുഗ്രഹിക്കണമേ. ജിബിൻ്റെ വിവാഹം എത്രയും വേഗം നടത്തി തരണമേ. ജൂണിൻ്റെ പാസ്പോർട്ട് ബൈപ്പാസ് റിസൾട്ട് നോർമലാകുവാൻ ബയോപ്സി റിസൾട്ട് നോർമലാകുവാൻ അമ്മ അനുഗ്രഹിക്കണമേ. ജയശ്രീ ഗണേഷ് കൊട്ടാരക്കര, സ്ഥലം കച്ചവടം നടക്കണം. മക്കൾക്ക് ഉയർച്ചയും ആരോഗ്യവും മാതാവിൽ വിശ്വാസവും ഉണ്ടാകണം. ഗണേശനും മക്കളുമായി ഐക്യം ഒത്തൊരുമയും ഉണ്ടാക്കുന്നതിനും അമ്മ അനുഗ്രഹിക്കണമേ. നീതുമോൾ തങ്കപ്പൻ കോട്ടയം, നല്ലൊരു കുടുംബജീവിതം നയിക്കുവാൻ ഈ നാളിതുവരെ ലഭിക്കാത്ത കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുവാനും പ്രാർത്ഥന. എൻ്റെ അബുവിന് ഒരു വീടും സ്ഥലവും അച്ചച്ചിയുടെ മദ്യപാനവും പുകവലിയും മാറ്റിത്തരണമേ. മിനി ഉണ്ണി കണ്ണേത്ത് ഹൗസ് കണ്ണമാലി പഠിക്കുവാൻ ഒരു സ്പോൺസറെ നൽകണം. കടബാധ്യതകൾ മാറ്റിത്തരണം. തൊഴിൽ തടസ്സം മാറ്റുവാൻ വേണ്ടി അമ്മയോടുള്ള പ്രാർത്ഥന. മാർഗരറ്റ് PS പുന്നമ്പുരയ്ക്കൽ പാതിരപ്പള്ളി NOC കിട്ടിയതിന് ഒത്തിരി നന്ദി പറയുന്നു. മെയ് മാസത്തിൽ തന്നെ എൻ്റെ ടിക്കറ്റ് ലഭിക്കുവാൻ അമ്മ കനിയണം. ഏപ്രിൽ മാസം VFSൽ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ പ്രാർത്ഥന. കൊച്ചുത്രേസ്യ പടാകുളങ്ങര ചെട്ടിക്കാട് മകളുടെ കല്യാണം നടക്കുന്നതിന് വേണ്ടി അമ്മയോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുമ്പോൾ കൊച്ചുത്രേസ്യയുടെ അസുഖങ്ങൾ മാറുവാനും അമ്മയോട് അപേക്ഷ. മകൻ ഇമ്മാനുവൽ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. നിതിൻ വർഗീസ് വെളിയിൽ ചേർത്തല, മകൻ്റെ മദ്യപാനാസക്തിയും പുകവലിയിൽ നിന്നും
മോചിതനാക്കി അവനെ ഒരു നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയാക്കി മാറ്റണമേ. മകളുടെ തലയിലെ മുഴയും മൂക്കിലെ ദശം വളരുന്നതും അമ്മ മാറ്റിക്കൊടുക്കണമേ. മകൾക്ക് പുറത്തു പോകുവാൻ സാധിക്കുന്ന രീതിയിലുള്ള തടസ്സങ്ങളെല്ലാം മാറ്റണമേ. ലില്ലി തോമസ് എറണാകുളം ഏലിയാമ്മയുടെ ഓപ്പറേഷൻ നടന്നു കഴിഞ്ഞ് ബയോപ്സി റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നു. അത് നോർമലാക്കി തരണമേ. ആഷിക്കിൻ്റെ ഹൈപ്പർ ആക്ടിവിറ്റി, ഡിസബിലിറ്റി, ഓട്ടിസം എല്ലാം മാറ്റിത്തരണം. ഞങ്ങൾക്കൊരു കോഴി ഫാം തുടങ്ങുവാൻ അമ്മ അനുഗ്രഹീതയായി മാറണമേ. സെൽവി ഡേവിഡ് കറുകപ്പറമ്പിൽ ആലപ്പുഴ സുഖപ്രസവത്തിലൂടെ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ ഞങ്ങൾക്ക് നൽകി അമ്മ അനുഗ്രഹിക്കുമ്പോൾ ചേച്ചിയുടെ സർജറി വിജയകരമാക്കണം. അപ്പായുടെ മദ്യാസക്തിയിൽ നിന്ന് വിടുതലും നൽകണം. ടോണി ജോസ് ഒരു ജോലി ലഭിക്കുവാൻ പ്രാർത്ഥന. വിവാഹം നടക്കുവാൻ വേണ്ടി ആഗ്രഹം. ഒരു ബിസിനസ് തുടങ്ങുവാൻ പ്രാർത്ഥന. ബിനു തോമസ് പള്ളിക്കമലയിൽ പൂർണ്ണാരോഗ്യത്തോടെ തിരിച്ചു വരുന്നതിനും സൗഖ്യം പ്രാപിക്കുന്നതിനും സന്തോഷത്തോടെ ജീവിക്കുവാനും കടബാധ്യതകൾ മാറുവാനും അമ്മയോട് കേണപേക്ഷിക്കുന്നു. ഷേളി ഡേവിഡ് ഈന്തനാൽ വെള്ളിക്കുളം സാമ്പത്തിക തകർച്ചയിൽ നിന്ന് അമ്മ ഉയർത്തണമേ. ജിൽജോ മോൾക്ക് 22-ാം തീയതി നടക്കുന്ന BSc നഴ്സിംഗ് പരീക്ഷ പാസ്സാകുവാൻ അമ്മ കൃപയാകണമേ. ജിജിമോളുടെ കല്യാണത്തിനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് മാറ്റിത്തരണമേ. കരോൺ ഏഞ്ചൽ ജിസ്വിൻ കണ്ണഞ്ചേരിയിൽ തൻ്റെ നഴ്സിംഗ് തടസ്സമില്ലാതെ ജയിച്ച് കോഴ്സ് പൂർത്തിയാക്കുവാനും ജിസ്മിൻ +2 നല്ല മാർക്കോടെ വിജയിക്കുവാനും ഏഞ്ചൽ മടിമാറി 10ാം ക്ലാസ്സിൽ പാസ്സാകുവാനും ഷിമിൻ തോമസ് കൈക്കാരത്ത് അങ്കമാലി സുഖപ്രസവം നൽകി ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ വളർത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കടബാധ്യതകൾ മാറ്റിത്തരണമേ. വിദേശത്ത് പോകുവാനുള്ള കൃപ നൽകണമേ. മക്കൾ നന്നായി പഠിക്കുവാനുള്ള അപേക്ഷയും. ജിനോദ് ജോസ് കലൂർ മക്കളുണ്ടാകുന്നതിന് വേണ്ടി അമ്മയെ കണ്ണീരോടെ വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ, എന്നെയും എൻ്റെ ജീവിത പങ്കാളിയായ ജോസിനെയും അനുഗ്രഹിക്കണമേ. ജിനോയ്ക്ക് യൂറോപ്പിൽ ബസ്സിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുവാൻ പ്രാർത്ഥന. റിയ പ്രവീൺ മിഖായൽ പരിശുദ്ധാത്മാവിനാൽ നിറയണം. ആന്തരിക സൗഖ്യം ലഭിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ലഭിക്കുവാനുള്ള നിരന്തരമായ പ്രാർത്ഥന. ജെറീലിയ കണ്ടൽ ഊട്ടി അച്ഛൻ്റെ തലച്ചോറിലെ അസുഖം മാറുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മയോട് ഈ മെയ് വണക്കത്തിലൂടെ പ്രാർത്ഥിക്കുന്നു. കുടുംബ പ്രശ്നം മാറ്റി തരണമേ. ജോർജ് സൈറസ് തട്ടാരശ്ശേരി ഭവനം നിർമ്മിച്ചു തരണം. മക്കൾക്ക് സ്ഥിരമായ ജോലി അമ്മ വാങ്ങിത്തരണം. ചേട്ടൻ്റെ ഭവനം പൂർത്തീകരിച്ചു തരണം. മിനിമോൾ റിജോ ആലപ്പുഴ പള്ളിയിൽ വെച്ച് കല്യാണം നടക്കുവാൻ അമ്മയെ ആ മക്കളെ ഒരുക്കണമേ. OET എക്സാം വിജയിക്കുവാൻ അമ്മയോടുള്ള പ്രാർത്ഥന. അജിതാബാബു കളത്തങ്ങൾ ചങ്ങനാശ്ശേരി എനിക്കും മക്കൾക്കും ആഷിക്ക് അലേന്ദുവിന് ശാരീരിക സൗഖ്യം. എൻ്റെ മകൾ അമരേന്ദുവിന് ഉന്നത വിജയം ജോലിയും. എൻ്റെ മകൻ ആഷിക്ക് ബാബുവിന് അനുഗ്രഹം, ജോലിയും കടബാധ്യതകളും മാറ്റിത്തരണമേ. മഹേഷ് കുമാർ കല്യാണി ഭവൻ എൻ്റെ കുടുംബത്തിൽ എനിക്ക് സന്തോഷവും സമാധാനവുമുള്ള ജീവിതം അമ്മ ഉളവാക്കണമേ. എൻ്റെ ജോലി സ്ഥിരതയ്ക്ക് ഉയർച്ച നൽകണമേ. എൻ്റെ ഭാര്യയുടെ എല്ലാവിധ ശാരീരിക അസുഖങ്ങളും മാറ്റിത്തരണമേ. മാത്യു വി ജോസഫ് വിവാഹ തടസ്സം മാറ്റി ഉചിതയായ ഒരു ജീവിത പങ്കാളിയെ തരുമ്പോൾ ന്യൂസിലൻഡിൽ പോകുന്നതിനുള്ള കൃപയും. ഓസ്ട്രേലിയ പ്രപ്പോസൽ നടക്കുവാൻ, ഡിപ്രഷൻ മാറുവാൻ, ശാരീരിക സൗഖ്യത്തിന് വേണ്ടിയും പ്രാർത്ഥന. രമ്യ ജിൻഡോ കൊട്ടാരത്തിൽ ഓസ്ട്രേലിയ ബ്രെയിൻ ട്യൂമർ മാറുന്നതിനും രോഗസൗഖ്യം ലഭിക്കുന്നതിനും കീമോ ചെയ്യുവാൻ സാധിക്കണേ എന്നും പ്രാർത്ഥിക്കുന്നു. സൗമ്യ ചക്കിയത്ത് ഓസ്ട്രേലിയ നടുവേദന മാറ്റിത്തരണം. രമ്യയുടെ രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ലീന ബിനു കാര്യപ്പുറം കോതമംഗലം ഭവനം ലഭിക്കണം. കടബാധ്യതകൾ മാറണം. സഹോദരങ്ങൾ ഐക്യത്തിൽ ജീവിക്കണം. ബിജി വല്ലാടിയിൽ എൻ്റെ മകൾ ലിയ +2 ഇംഗ്ലീഷ് പരീക്ഷ പാസ്സാകണം. എൻ്റെ മകൾ മരിയയുടെ ഓക്സി എക്സാം പാസ്സാകണം. എൻ്റെ മകൾക്ക് അസുഖങ്ങൾ വരാതെ കാക്കണം. ടോണ ജോർജ് പള്ളുരുത്തി ജോലി തടസ്സം മാറ്റി ഗവൺമെൻറ് ജോലി കിട്ടണം. മീൻ ബിസിനസ് തുടങ്ങുവാൻ തടസ്സം മാറ്റി തരണമേ. ചെവിയിലെ പഴുപ്പ് മാറുവാൻ പ്രാർത്ഥന. KGTE ടൈപ്പ്റൈറ്റിംഗ് എക്സാം വിജയിക്കണം. ആനി ഇന്ത്യ മെയ് 1-2 സുഖപ്രസവത്തിനായി പ്രാർത്ഥിക്കുന്നു. അമ്മ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നൽകണമേ. ഷാജു മോൾ ജേക്കബ് പുത്തൻപറമ്പ് ദുബായ് സ്ഥിരമായ വ്യവസായ പുരോഗതി, സ്ഥിരമായ വരുമാനം, ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാകണം. അച്ഛൻ്റെ അസുഖം മാറണം. രാജു അഗസ്റ്റിൻ പനങ്ങാട് 23 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്
നാളിതുവരെ ഒരു കുഞ്ഞിനെയും ലഭിച്ചിട്ടില്ല. അമ്മേ, നീ കനിഞ്ഞ് ഞങ്ങൾക്കൊരു സന്താനങ്ങളെ നൽകണമേ. കുടുംബത്തിൽ സമാധാനം, സഹോദരങ്ങൾ സ്നേഹത്തിൽ ജീവിക്കുവാൻ, തിരുക്കുടുംബം പോലെ ആകുവാൻ. ജേക്കബ് ആൻഡ് ഫാമിലി കോട്ടയം. ജേക്കബ് അന്നമ്മ 2 മക്കൾ വിസ തടസ്സങ്ങളില്ലാതെ പുതുക്കുവാൻ, അന്നമ്മയ്ക്ക് പുതിയ ജോലിയിലേക്ക് ട്രാൻസ്ഫർ ലഭിക്കുവാൻ, ജേക്കബിന് ജോലി സ്ഥിരമാകുവാൻ. എബിറ്റ സെബാസ്റ്റ്യൻ കാഞ്ഞിരപ്പള്ളി, തനിക്ക് ജോലി കിട്ടണം, കല്യാണം എത്രയും വേഗം നടക്കണം, പരിശുദ്ധാത്മാവിനാൽ നിറയണം. നിതിൻ ഫ്രാൻസിസ് രാമപുരം, തൻ്റെ വർക്ക് പെർമിറ്റ് ലഭിക്കുവാൻ, ജോലി സ്ഥിരത ലഭിക്കുവാൻ, വിവാഹമുചിതയായ ഒരു ജീവിത പങ്കാളിയെ അമ്മ തന്നെ നോക്കി നൽകണമേ. അശ്വിൻ അനില മലപ്പുറം, നല്ല ജോലി നൽകുന്നതിനും PR ലഭിക്കുന്നതിനും താമസ സൗകര്യം ഉണ്ടാകുന്നതിനും വേണ്ടിയുള്ള പ്രാർത്ഥന. അനിഷ ജോസ് മലപ്പുറം വാണിയമ്പലം, നല്ല ജോലി ലഭിക്കുവാൻ അമ്മയോട് അപേക്ഷിക്കുന്നു. വിനോദ് സൈവർ കളപ്പുരക്കൽ ഇറ്റലി, കാലുവേദന മാറ്റിത്തരണമേ, ഇറ്റലി പോകുന്നതിന് വേണ്ടിയുള്ള കൃപ തരണമേ, ജോലിയിൽ ഉയർച്ച. ശ്രീലക്ഷ്മി സനൽ വലിയ നിലത്ത്, മകൻ്റെ പഠന തടസ്സം മാറ്റി പൂർണ്ണമായി മാറ്റിത്തരണമേ, മകളെ സംരക്ഷിക്കണമേ, രശ്മിക്കൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണമേ. റോസ്ലിൻ ജോസ് പാല, എൻ്റെ കണ്ണുകളെ മുഴുവൻ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. എൻ്റെ മോനെ ഒന്ന് എനിക്ക് കാണിച്ചു തരണമേ. മോളെയും കുടുംബത്തെയും മുഴുവനായി അമ്മയ്ക്ക് സമർപ്പണം. അരുൺ തോമസ് കോട്ടയം, തൻ്റെ USA RN ലൈസൻസ് കിട്ടാൻ, USA ജോലി ബുദ്ധിമുട്ടില്ലാതെ ആകുവാൻ, USA നല്ലൊരു ജോലി ലഭിക്കുവാൻ അനുഗ്രഹിക്കണമേ. തോമസ് പഴയ വീട്ടിൽ കോട്ടയം, എൻ്റെ എക്സാം പാസ്സാക്കി തരണം, സ്നേഹത്തിൽ വളരുവാനുള്ള കൃപ തരണം. ആങ്ങളയുടെ 20 സെൻറ്റ് സ്ഥലം വിറ്റ് കടം വീട്ടുവാൻ അനുഗ്രഹിക്കണം. എൻ്റെ പെങ്ങൾ എലിസബത്ത് കാനഡയിൽ പോകുവാൻ, 2ാമത്തെ പെങ്ങൾ +2 പാസ്സാകുവാൻ. വിഷ്ണു പ്രിയ സുരേഷ് എടക്കാട് നോർത്ത് പറവൂർ, ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യം ലഭിക്കുവാൻ ഒരു കുഞ്ഞിനെ നൽകി ഞങ്ങളെ സഹായിക്കണമേ. ഫിനാൻഷ്യൽ ലോൺ എല്ലാം തീർക്കണമേ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്കും കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണമേ. സ്നേഹ പുതിയടത്ത് ജർമ്മനി, നല്ലൊരു ജോലി ലഭിച്ച് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണമേ. കടബാധ്യതകളെല്ലാം മാറ്റി തരണമേ. മാതാപിതാക്കളുടെ രോഗസൗഖ്യത്തിനായും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രേഷ്മാശ്യം കുറ്റിപ്പിലാക്കൽ മലപ്പുറം, പിന്നണി ഗായകൻ ആകാൻ ശ്യാംലാൽ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകാൻ കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണമേ. ധ്യാൻ കൃഷ്ണ SSLC പാസ്സാകുവാൻ. അഞ്ജു പ്രസാദ് തെക്കേക്കര വീട് പത്തനംതിട്ട, അരുൺ പ്രസാദിൻ്റെ സാമ്പത്തിക ബുദ്ധി മാറ്റി തരണമേ. നല്ലൊരു ജോലി നൽകി ആ മകനെയും അനുഗ്രഹിക്കണമേ. അമ്മേ പരിശുദ്ധ അമ്മേ വരപ്രസാദ മാതാവേ, കൃപാസനത്തിൻ്റെ മധ്യസ്ഥേ, മെയ് മാസപ്രധാനി, ഈ നിയോഗങ്ങളെല്ലാം അമ്മ സാധിച്ചു തരണമേ എന്ന് ഒരിക്കൽ കൂടി അമ്മയോട് താഴ്മയോട് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളാവുന്നു. അങ്ങനെ ഉയർത്തി ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളാവുന്നു.
അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ എപ്പോഴും നയിക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ കാരുണ്യം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാല രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.